നമസ്കാരം, സിബു വൈഷ്ണവ്. സ്മാർട്ട് ഫിറ്റ്നസ് ഗ്രൂപ്പ് എന്ന നമ്മുടെ ഫിറ്റ്നസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ബെല്ലി ഫാറ്റിനെ കുറിച്ചാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റാണ് ബെല്ലി ഫാറ്റ്. കാരണം നമ്മളെല്ലാം അതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാണെന്നറിയാം. എന്ന് തൊട്ടാണ് നമുക്ക് ഈ ബെല്ലി ഫാറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, മനുഷ്യൻ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്ത് തുടങ്ങിയ കാലഘട്ടം ഏതാണെന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 7 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞ മനുഷ്യവർഗം ഭൂമിയിൽ ജന്മമെടുത്തതെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ആ പൂർവികരുടെ ഒരു കാലഘട്ടത്തിൽ അവൻ വേട്ടയാടിയും കായികനികളൊക്കെ ഭക്ഷിച്ചാണ് അവൻ്റെ എനർജി സോഴ്സായ ഭക്ഷണത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് വേണ്ടി അവൻ ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റിയും വേണ്ടി വന്നു. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണം അപ്പോഴേ ദഹിച്ചു പോകാനുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിയും അവനുണ്ടായിരുന്നു. ബെല്ലി ഫാറ്റ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സൗത്ത് ഇന്ത്യക്കാർക്കാണ്. പ്രത്യേകിച്ച് അത് തമിഴ്നാട്, കേരളം, കർണാടകം തുടങ്ങിയിട്ടുള്ള ഏരിയയിലുള്ള ആൾക്കാർക്കായിരിക്കും അമിതമായ ബെല്ലി ഫാറ്റ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യൻ ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ഫാറ്റ് ഡെപ്പോസിഷൻ വരുന്നത് അവരുടെ ഹിപ്പ് ഏരിയ, ലേഡീസിനാണെങ്കിൽ അത് പ്രധാനമായിട്ടും ഒരു ഹിപ്പ് റീജിയനിലായിരിക്കും, അല്ലെങ്കിൽ ആംസിലായിരിക്കും, അല്ലെങ്കിൽ ലെഗിലായിരിക്കും, അല്ലെങ്കിൽ ബോഡിയിൽ ഒരേ കണക്കിൽ തന്നെ ആയിരിക്കും അവർക്ക് ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ടാകുന്നത്. അമിതമായിട്ടുള്ള വയറ് അവർക്ക് കുറവായിരിക്കും, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യക്കാരെക്കാട്ടി കുറവായിരിക്കും അവർക്കുള്ളത്. ഇപ്പം മറ്റുള്ള ഏഷ്യൻ കൺട്രീസിലുള്ള ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യൂറോപ്യൻസിന് നോക്കിക്കഴിഞ്ഞാലും അവർക്കും ബെല്ലി ഫാറ്റ് ചിലപ്പം കുറവായിരിക്കും. നമ്മൾ ഡ്രസ്സ് ഇടുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ചിലപ്പോൾ അല്ലെങ്കിൽ ഈ ഫാറ്റ് അല്ലെങ്കിൽ നമ്മൾ വണ്ണം വെച്ചു എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നത് ചിലപ്പോൾ നമ്മൾ പാൻറ് ഇടുമ്പോൾ നമ്മുടെ ഹൂക്ക് ഇടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റായി. ഇപ്പം ബ്ലൗസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കൈ ഭയങ്കര ടൈറ്റായി, അല്ലെങ്കിൽ കയറുന്നില്ല, അല്ലെങ്കിൽ ഹൂക്കിടുമ്പം അത് ഇടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ടൈറ്റായി എന്നുള്ള ഫീൽ വരുമ്പോഴായിരിക്കും നമ്മൾ റിയലൈസ് ചെയ്യുന്നത് വണ്ണം വെച്ചു എന്നുള്ള കാര്യം. അപ്പോൾ അത് ജെനറ്റിക്സിന് വലിയൊരു ഫാക്ടറുണ്ട് ഫാറ്റ് ഡെപ്പോസിഷന്. അപ്പോൾ നമ്മൾക്ക് എക്സ്ട്രാ വരുന്ന കലോറി അത് അഡിപ്പോസ് ടിഷ്യൂ ആയിട്ട് അല്ലെങ്കിൽ ഫാറ്റായിട്ട് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്നു. ഈ സ്റ്റോർ ചെയ്യുന്ന ചിലപ്പം കൂടുതലും നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചുള്ള അത് വയർ ഏരിയയിലായിരിക്കും, ബെല്ലി ഫാറ്റായിട്ടായിരിക്കും. ഈ ഫാറ്റ് ഡെപ്പോസിഷൻ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നടക്കുന്നൊന്നുമല്ല. അമിതമായിട്ടുള്ള കലോറി നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും അതിനനുസരിച്ചുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാതെ വരികയും ചെയ്യുമ്പോൾ ശരീരത്ത് ആ ഫാറ്റ് ഗ്രാജുവലായിട്ട് ഒരു സ്ലോ പ്രോസസ്സിൽ കൂടെ അത് ഡെപ്പോസിറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അതുകൂടാതെ പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് അല്ലെങ്കിൽ ഉറക്കം, ദിവസം ഒരു 7 മുതൽ 8 മണിക്കൂർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബോഡി ഫാറ്റ് ഡെപ്പോസിറ്റിനെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ബോഡി ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ആ ഒരു പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യാനും നമ്മൾ പ്രോപ്പറുള്ള റെസ്റ്റും നമുക്ക് ഉപകരിക്കുന്നുണ്ടായിരിക്കും. മധുരം നമ്മൾ ഭക്ഷണത്തിൽ കൂടെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ബ്ലഡിലുള്ള ഷുഗർ ലെവൽ കൂടുകയും അപ്പോൾ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ഇതിനെ ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ സെല്ലുകളിലേക്ക് സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ റെഗുലറായിട്ട് നമ്മൾ മധുരം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ബ്ലഡിലുള്ള നമ്മുടെ ഷുഗർ ലെവൽ അതേ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയും അത് ഉയർന്നു വരികയും ചെയ്യുകയും നമ്മുടെ ഇൻസുലിന് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരികയും ചെയ്യും. അങ്ങനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കണക്കുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ ബോഡി ശരീരത്തെ കൊണ്ടെത്തിക്കുന്നു. ഇത് നമ്മളെ ഒരു ഷുഗർ പേഷ്യൻ്റ് ആക്കുന്നു, അല്ലെങ്കിൽ ഡയബറ്റിക്സ് കണക്കുള്ള അസുഖങ്ങൾക്ക് അടിമപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡയബറ്റിക്സ് ശരിക്കും ഒരു അമിതവണ്ണത്തിനും ഒരു റീസൺ ആവാൻ ഡയബറ്റിക്സും ഒരു റീസണാണ്. നമ്മുടെ ശരീരത്തിലെ ബോഡി ഫാറ്റ് അനലൈസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റോളം ബോഡി ഫാറ്റ് നമുക്ക് ഉണ്ട് എന്ന് അറിയാനായിട്ട് ഒരുപാട് മെത്തേഡുകളുണ്ട്. അതിലൊന്ന് വേസ്റ്റ് ഹിപ്പ് റേഷ്യോ നോക്കുക എന്നുള്ളതാണ്. പിന്നൊന്ന് BMI ചെക്ക് ചെയ്ത് നമുക്ക് നോക്കാം. പിന്നൊന്ന് CT സ്കാൻ വഴി നമുക്കത് മെഷർ ചെയ്യാൻ പറ്റും. MRI സ്കാൻ വഴി നമുക്കത് മെഷർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ബോഡി ഫാറ്റ് അനലൈസർ വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ കൂടെ നമുക്ക് നമ്മുടെ ബോഡി ഫാറ്റ് അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. അതിൽ BMI നോക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് പുതിയ പഠനങ്ങൾ വെളിവാക്കുന്നത് BMI കറക്റ്റ് അല്ല എന്നുള്ളതാണ്. കാരണം പലർക്കും പല ബോഡി നേച്ചറാണുള്ളത്. ഒരാൾക്ക് മസ്കുലാരിറ്റി കൂടുതലായിരിക്കും, ചില ആൾക്കാർക്ക് ഫാറ്റ് കൂടുതലായിരിക്കും. ഒരു 70 കിലോ ഉള്ള 2 പേരെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 70 കിലോ ഫാറ്റ് പെർസെൻറ്റേജ് കൂടുതലുള്ള ആൾ കാണും, 70 കിലോയിൽ മസ്കുലാരിറ്റി കൂടുതലുള്ള ആൾക്കാർ കാണും. അപ്പോൾ 2 പേരെയും വെയിറ്റ് നോക്കുമ്പോൾ കറക്റ്റ് കാണും. അപ്പം വെയിറ്റിൻ്റെയും ഹൈറ്റിൻ്റെയും അനുപാതത്തിലാണ് BMI ചെക്ക് ചെയ്യുന്നത്. അപ്പം മസ്കുലാരിറ്റി കൂടുതലുള്ള ആളും അയാളെ അൺഹെൽത്തി ആയിട്ട് ചിലപ്പം കാണാം, അല്ലെങ്കിൽ ഫാറ്റി ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ഹെൽത്തി ആയിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് BMI പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് BMI ശരിയല്ല എന്നുള്ളതാണ്. പിന്നീടുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് വേസ്റ്റ് ഹിപ്പ് റേഷ്യോ നോക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ
സ്റ്റഡി ആയിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഹിപ്പ് ബോണിന് മുകളിലായിട്ട് ടേപ്പ് ഉപയോഗിച്ച് നമ്മുടെ വയറിൻ്റെ ഭാഗത്ത്, പ്രത്യേകിച്ച് നമ്മുടെ പൊക്കിളിൻ്റെ ഏരിയകളിൽ സെൻറ്റർ ചെയ്തുകൊണ്ട് ടേപ്പ് ഉപയോഗിച്ച് മെഷർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഒരു വേസ്റ്റ് ഹിപ്പ് റേഷ്യോ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. അത് പുരുഷന്മാരെ സംബന്ധിച്ചോളം 40 ഇഞ്ചിന് താഴെ ആയിരിക്കണം, സ്ത്രീകളെ സംബന്ധിച്ചോളം 35 ഇഞ്ചിന് താഴെ ആയിരിക്കണം. എന്നാൽ മാത്രമേ അവർ ഹെൽത്തിയാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം 40 ഇഞ്ചിനും അല്ലെങ്കിൽ 35 ഇഞ്ചിനും മുകളിലാണെങ്കിൽ അവർ ഒബേസാണ് അല്ലെങ്കിൽ അമിതവണ്ണമുള്ള ആൾക്കാരാണെന്ന് പറയാം. CT സ്കാന് അല്ലെങ്കിൽ MRI ഒക്കെ വളരെ എക്സ്പെൻസീവാണ്. പിന്നീട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ബോഡി ഫാറ്റ് അനലൈസറാണ്. പ്രത്യേകിച്ച് നല്ല ഹെൽത്ത് ക്ലബ്ബുകളിലും പ്രീമിയം ഹെൽത്ത് ക്ലബ്ബുകളിലും ഹോസ്പിറ്റലിലും ഒക്കെ നമുക്ക് ബോഡി ഫാറ്റ് അനലൈസർ കാണാം. ആ മെഷീൻ നല്ല കോസ്റ്റ്ലിയാണ്, പക്ഷേ അത് വെച്ച് വളരെ ആക്യുറേറ്റ് ആയിട്ട് നമ്മുടെ ബോഡി ഫാറ്റ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ബോഡി ഫാറ്റ് അനലൈസർ വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ മെന്നിനെ സംബന്ധിച്ചോളം 18 മുതൽ 24% വരെ ബോഡി ഫാറ്റ് ഉള്ളത് ഹെൽത്തി ആയിട്ടാണ് കണക്കാക്കുന്നത്. 24-ന് മുകളിൽ വരുമ്പോൾ അത് അൺഹെൽത്തിയാണ്. ഇനി 15% താഴെയാണെങ്കിൽ അത് ഗുഡാണ്, വെരി ഗുഡായിട്ടൊക്കെ ആ റേഷ്യോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇനിയൊരു വുമണിനെ സംബന്ധിച്ചോളം ആണെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 25-നും 31% ഇടയ്ക്കായിരിക്കണം. അതിൽ കൂടുതലാണെങ്കിൽ അവർ ഓവർ വെയ്റ്റ് ആണ് അല്ലെങ്കിൽ ഒബേസ് ആണെന്ന് നമുക്ക് പറയാം. നിങ്ങളുടെ അടുത്തുള്ള ഫിറ്റ്നസ് സെൻറ്ററുകളിലോ ജിമ്മുകളിലൊക്കെ ബോഡി ഫാറ്റ് അനലൈസർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് നിങ്ങളുടെ ബോഡി ഫാറ്റൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് ഭക്ഷണം, കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൺട്രോൾ ചെയ്യുക, ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുക, പ്രോപ്പറായിട്ട് എക്സർസൈസ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റികൾ ചെയ്യുക. എന്നാൽ മാത്രമേ ആ സ്റ്റോർ ചെയ്തേക്കുന്ന എനർജി കത്തിച്ചളയാൻ പറ്റുള്ളൂ. ദെൻ പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് അല്ലെങ്കിൽ റെസ്റ്റ്. ഈ 4 കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അമിതവണ്ണത്തെ നമുക്ക് ഒഴിവാക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള, വളരെ ആരോഗ്യത്തോടെ കൂടുതൽ കാലം ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. 1 ഭക്ഷണ ക്രമീകരണം, 2 എക്സർസൈസ്, 3 സ്ലീപ്പ്. ഈ 3 കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് കറക്റ്റായിട്ട് നിങ്ങളുടെ ജീവിത ശൈലിയിലോട്ട് കൊണ്ടുവരിക. ശരിയായുള്ള ജീവിത ശൈലി പാലിച്ച് മുന്നോട്ട് പോവുകയാണെന്നെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കൂടുതൽ കാലം വളരെ ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. താങ്ക് യു.